രക്ഷയുടെ ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോയിൽ പ്രിയ കുഞ്ഞുമക്കളെ, നിങ്ങളെ കാണാൻ ടീച്ചർ വീണ്ടും എത്തിയിരിക്കുകയാണ്. എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ടീച്ചറിനും സുഖമാണ് കേട്ടോ. അപ്പം നമ്മൾ എങ്ങനെയാണ് നമ്മുടെ ക്ലാസ് ആദ്യം ആരംഭിക്കുന്നത്? എല്ലാവരും ചാടി എഴുന്നേറ്റേ. കണ്ണുകൾ അടച്ചേ, കൈകൾ കൂപ്പിക്കേ. നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ഈശോയെ, ഈ കുഞ്ഞുമക്കളെ ഞാൻ അങ്ങയുടെ സന്നിധിയിലേക്ക് സമർപ്പിക്കുന്നു. അങ്ങേ പരിശുദ്ധാത്മാവിനാൽ അവരെ നിറയ്ക്കണമേ. വിശുദ്ധ കുർബാനയുടെ ആഴത്തെക്കുറിച്ച് അവർക്ക് മനസ്സിലാക്കി കൊടുക്കണമേ. പരിശുദ്ധ അമ്മേ, ഞങ്ങളെ എല്ലാവരെയും കാത്തു സംരക്ഷിക്കണമേ. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി. എല്ലാവരും സന്തോഷമായിട്ടാണോ ഇരിക്കുന്നത്? കഴിഞ്ഞ ക്ലാസ്സിൽ ടീച്ചർ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഓർമ്മയുണ്ടല്ലോ. പഴയ നിയമകാലത്തെ ബലികളെക്കുറിച്ചാണ് ടീച്ചർ നിങ്ങൾക്ക് പറഞ്ഞു തന്നത് അല്ലേ? ടീച്ചർ ഒരു കഥ പറഞ്ഞിരുന്നു. ആരുടെ കഥയാണ്? അബ്രഹത്തിൻ്റെ കഥ. അബ്രഹാം ഇസഹാക്കിനെ ബലി കഴിക്കാനായി മോറിയ മലയിലേക്ക് പോകുന്ന കഥ. ഓർമ്മയുണ്ടോ ആ കഥ എല്ലാവർക്കും? പഴയ കാലത്തെ യഹൂദർ എന്താ വിശ്വസിച്ചിരുന്നത്? ഏതൊരു ജീവിയുടെയും ജീവൻ അതിൻ്റെ രക്തത്തിലാണെന്നാണ് അവർ വിശ്വസിച്ചിരുന്നത്. അപ്പോൾ അങ്ങനെ ആ ജീവിയെ ബലി കഴിക്കുമ്പോൾ ആ രക്തം ദൈവത്തിന് സമർപ്പിക്കുകയാണ് അവർ ചെയ്യുന്നത്. പക്ഷേ ഈ പഴയകാല ബലികൾക്ക് ചില ഉദ്ദേശങ്ങളുണ്ടായിരുന്നു. എന്തൊക്കെയാ ഉദ്ദേശങ്ങൾ എന്ന് ഓർമ്മയുണ്ടോ? ദൈവത്തെ ആരാധിക്കുക, ദൈവത്തിന് നന്ദി പറയുക, പാപങ്ങൾക്ക് മാപ്പ് അപേക്ഷിക്കുക, ദൈവത്തിൽ നിന്ന് അനുഗ്രഹങ്ങൾ പ്രാപിക്കുക. ഇതെല്ലാമായിരുന്നു പഴയകാല ബലിയുടെ ഉദ്ദേശങ്ങൾ. എന്നാൽ ഈ ഉദ്ദേശങ്ങളെല്ലാം സാധിക്കുമായിരുന്നോ? ഇല്ല. എന്താ കാരണം? കോലാടുകളുടെയും കാളകളുടെയും രക്തത്തിന് മനുഷ്യൻ്റെ പാപങ്ങൾ നീക്കിക്കളയുവാനുള്ള ശക്തി ഉണ്ടായിരുന്നില്ല. പക്ഷേ ദൈവം ലോകത്തെ വളരെയധികം സ്നേഹിച്ചിരുന്നു. മനുഷ്യനെ ദൈവം വളരെയധികം സ്നേഹിച്ചിരുന്നു. അതുകൊണ്ട് ദൈവം എന്തു ചെയ്തു? മനുഷ്യവർഗത്തെ ഈ പാപങ്ങളിൽ നിന്നൊക്കെ രക്ഷിക്കണ്ടേ? അതിനുവേണ്ടി ദൈവം തൻ്റെ സ്വന്തം പുത്രനെ ഭൂമിയിലേക്ക് അയക്കുകയാണ് ചെയ്തത്. ദൈവത്തിന് മനുഷ്യനോടുള്ള സ്നേഹം അതിതീവ്രമാണെന്ന് നിങ്ങൾക്കറിയാമോ? യോഹന്നാൻ്റെ സുവിശേഷം 3-ാം അധ്യായം 16-ാം വാക്യം പറയുന്നത് ഇങ്ങനെയാണ്: തൻ്റെ ഏകജാതനെ നൽകുവാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. ഈ വാക്യം ഒന്നുകൂടെ ടീച്ചറിനൂടെ പറയാവോ? തൻ്റെ ഏകജാതനെ നൽകുവാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. ഇതെല്ലാവരും ഓർത്തിരിക്കണേ. യോഹന്നാൻ്റെ സുവിശേഷം 3-ാം അധ്യായം 16-ാം വാക്യത്തിലാണ് ഇത് പറയുന്നത്. അങ്ങനെ ദൈവം തൻ്റെ പുത്രനായ ഈശോയെ ഭൂമിയിലേക്ക് അയച്ചു. ദൈവം എന്തിനാ ഈശോയെ ഭൂമിയിലേക്ക് അയച്ചതെന്നറിയാമോ? നമുക്ക് നോക്കാം. മനുഷ്യവർഗത്തിൻ്റെ പാപങ്ങൾ പൂർണ്ണമായും നീക്കിക്കളയുവാനും അവർക്ക് ജീവൻ നൽകുവാനുമായി ഈശോ സ്വയം ബലിയായി തീർന്നു. അവിടുന്ന് നമുക്ക് വേണ്ടി കഠിനമായ പീഡനങ്ങൾ ഏറ്റുവാങ്ങി, ദുസ്സഹമായ വേദന സഹിച്ചു, ക്രൂരമായി പരിഹസിക്കപ്പെട്ടു, കുരിശിൽ തറയ്ക്കപ്പെട്ടു, രക്തം ചിന്തി ജീവൻ ബലിയർപ്പിച്ചു. നിങ്ങൾ ഈശോയുടെ ഈ ഫോട്ടോയിലേക്കൊന്ന് നോക്കിക്കേ. ഈശോയുടെ ശരീരമാകെ രക്തമാണല്ലേ? ഏതെങ്കിലും ഒരു ഭാഗം രക്തമില്ലാതെ ഉണ്ടോ? ഈശോയുടെ ശരീരം മുഴുവൻ രക്തത്തിൽ കുളിച്ചു കിടക്കുകയാണ്. നിങ്ങൾക്കറിയാം, നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും ഒരു ചെറിയ മുറിവ് പറ്റിയാൽ നിങ്ങൾ എന്താ ചെയ്യുക? നിങ്ങൾക്ക് ആകെപ്പാടെ ടെൻഷനാകും അല്ലേ? ഓടി അമ്മയുടെ അടുത്തേക്ക് ചെല്ലും, ഒരു ചെറിയ മുറിവ് കണ്ടാൽ പോലും. എന്തിനു വേണ്ടിയാണ് ഈശോ ഈ വേദനയൊക്കെ അനുഭവിച്ചതെന്ന് നിങ്ങൾക്കറിയാമോ? മനുഷ്യകുലത്തെ രക്ഷിക്കുവാനുള്ള പിതാവിൻ്റെ ആഗ്രഹം നിറവേറ്റാനാണ് ഈശോ ഈ വേദനയെല്ലാം അനുഭവിച്ചത്. ഈ കുരിശുമരണമെല്ലാം ഈശോ അനുഭവിച്ചത് അതിനു വേണ്ടിയായിരുന്നു. അപ്പോൾ ഈശോ കുരിശുമരണം അനുഭവിച്ചപ്പോൾ മനുഷ്യർക്ക് അവരുടെ പാപങ്ങൾക്ക് മോചനം കിട്ടി. അപ്പം എല്ലാ കാലത്തെയും ജനങ്ങൾക്ക് ഈ പാപമോചനം വേണ്ടേ? ഈശോയുടെ കാലത്തെ മാത്രം ജനങ്ങൾക്ക് പോരാ അല്ലേ? എല്ലാ ജനങ്ങൾക്കും ഈ പാപമോചനം വേണം. അപ്പോൾ എന്നും ഈശോയ്ക്ക് നമുക്ക് വേണ്ടി കുരിശിൽ മരിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പം അതിനു വേണ്ടി ഈശോ എന്താ ചെയ്തത്? ഈശോ വിശുദ്ധ കുർബാന സ്ഥാപിച്ചു. വിശുദ്ധ കുർബാന എന്നാ സ്ഥാപിച്ചതെന്ന് നിങ്ങൾക്കറിയാമോ? ഒന്ന് പറഞ്ഞേ. പെസഹ തിരുനാളിനല്ലേ? പെസഹ തിരുനാളിനാണ് ഈശോ വിശുദ്ധ കുർബാന സ്ഥാപിച്ചത്. പെസഹ തിരുനാളിന് ഈശോ എന്താ ചെയ്തത്? അപ്പവും വീഞ്ഞും എടുത്ത് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് എന്താ ഈശോ പറഞ്ഞത്? ഇതെൻ്റെ ശരീരമാകുന്നു, നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ എന്ന് പറഞ്ഞു അല്ലേ? അതുപോലെ വീഞ്ഞും എടുത്തുകൊണ്ട് ഈശോ എന്താ പറഞ്ഞത്? ഇതെൻ്റെ രക്തമാകുന്നു, ഇതിൽ നിന്നും വാങ്ങി പാനം ചെയ്യുവിനെന്ന് പറഞ്ഞു. അപ്പോൾ ഈശോയുടെ ശരീരവും രക്തവുമാണ് അവിടെ ഈശോ ശിഷ്യന്മാർക്ക് കൊടുത്തത്. എന്നിട്ട് അവരോട് എന്താ പറഞ്ഞത്? ഇത് നിങ്ങൾ എല്ലാ കാലത്തും
അനുസ്മരിക്കുവിൻ. അങ്ങനെയാണ് നമുക്ക് ആദ്യത്തെ കുർബാന തുടങ്ങിയത്. അതിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് നമ്മൾ എല്ലാ ദിവസവും നമ്മൾ കുർബാന ആരംഭിക്കുന്നത്. എങ്ങനെയാണ് നമ്മൾ കുർബാന ആരംഭിക്കുന്നത്? അന്നാ പെസഹ തിരുനാളിൽ കർത്താവ് അരുളിയ കൽപ്പന പോൽ തിരുനാമത്തിൽ ചേർന്നിടാം, ഒരുമയോടി ബലി അർപ്പിക്കാം. അന്നത്തെ ആ പെസഹ ആചരണമാണ് നമ്മൾ ഓർക്കുന്നത് അല്ലേ? അന്നത്തെ പെസഹ ആചരണം നമ്മൾ ഓർത്ത് നമ്മൾ ഒരുമയോടുകൂടി വൈദികൻ്റെ നേതൃത്വത്തിൽ നമ്മൾ ആരംഭിക്കുന്നത് അന്ന് കാൽവരിയിൽ നടന്ന അതേ ബലി തന്നെയാണ് നമ്മൾ വിശുദ്ധ കുർബാനയിൽ നടത്തുന്നത് അല്ലേ? വിശുദ്ധ കുർബാന എന്ന വാക്കിൻ്റെ അർത്ഥം നിങ്ങൾക്കറിയാമോ? വിശുദ്ധ കുർബാന എന്ന വാക്ക് ഒരു സുറിയാനി പദമാണ്. അതിൻ്റെ അർത്ഥം സമർപ്പണം എന്നാണ്. ഇനി വിശുദ്ധ കുർബാന എന്ന വാക്കിന് നമ്മുടെ പുസ്തകത്തിൽ ഒരു നിർവചനം കൊടുത്തിട്ടുണ്ട്. അതെന്താണെന്ന് നമുക്ക് നോക്കാം. നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി തന്നെ തന്നെ ബലിയർപ്പിച്ച ഈശോ മിശിഹായുടെ പീഡാനുഭവത്തിൻ്റെയും മരണത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും ഉത്ഥാനത്തിൻ്റെയും ഓർമ്മയ്ക്കായി അവിടത്തോട് ചേർന്ന് സഭ വൈദികൻ്റെ കരങ്ങളിലൂടെ, ആരുടെ കരങ്ങളിലൂടെയാ? വൈദികൻ്റെ കരങ്ങളിലൂടെ അപ്പത്തിൻ്റെയും വീഞ്ഞിൻ്റെയും സാദൃശ്യങ്ങളിൽ ദൈവപിതാവിന് അർപ്പിക്കുന്ന ബലിയാണ് വിശുദ്ധ കുർബാന. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, നിങ്ങളെല്ലാവരും പഠിക്കണേ. നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി തന്നെ തന്നെ ബലിയർപ്പിച്ച ഈശോ മിശിഹായുടെ പീഡാനുഭവത്തിൻ്റെയും മരണത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും ഉത്ഥാനത്തിൻ്റെയും ഓർമ്മയ്ക്കായി അവിടത്തോട് ചേർന്ന് സഭ വൈദികൻ്റെ കരങ്ങളിലൂടെ അപ്പത്തിൻ്റെയും വീഞ്ഞിൻ്റെയും സാദൃശ്യങ്ങളിൽ ദൈവപിതാവിനെ അർപ്പിക്കുന്ന ബലിയാണ് വിശുദ്ധ കുർബാന. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായോ വിശുദ്ധ കുർബാനയുടെ പ്രാധാന്യത്തെപ്പറ്റി? വിശുദ്ധ കുർബാന നടക്കുമ്പോൾ നിങ്ങളിനി പള്ളിയിൽ അലക്ഷ്യമായിരിക്കുമോ? അങ്ങോട്ടും നോക്കി ഇങ്ങോട്ടും നോക്കി ഇരിക്കാൻ പാടുണ്ടോ? ഇല്ല. നമ്മൾ ഭയഭക്തിപൂർവം നമ്മൾ നിൽക്കണം. വിശുദ്ധ കുർബാനയുടെ സമയത്ത് ആരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും നോക്കി സംസാരിക്കുകയൊന്നും ചെയ്യരുത്. കാരണം അത് കാൽവരിയിൽ അന്ന് നടന്ന അതേ ബലിയാണ് വൈദികൻ്റെ കരങ്ങളിലൂടെ വിശുദ്ധ കുർബാനയിൽ ആവർത്തിക്കപ്പെടുന്നത്. ഇനി നമ്മുടെ ഈ ബലിയർപ്പണത്തിന് കുറച്ച് ഫലങ്ങളൊക്കെ ഉണ്ട്. അതെന്താണെന്ന് നമുക്ക് നോക്കിയാലോ? നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്തൊക്കെയാ ഫലങ്ങൾ? പാപമോചനം ലഭിക്കുന്നു. നമ്മൾ കുർബാന കൂടുമ്പോൾ നമ്മുടെ പാപങ്ങൾ മോചിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. പിന്നെയോ ദൈവിക ജീവനിൽ വളരുന്നു. നമ്മൾ ദൈവമക്കളായിട്ട് ദൈവിക ജീവനിൽ നമ്മൾ വളരുന്നു. ദൈവവുമായുള്ള ഐക്യം ശക്തിപ്പെടുന്നു. സഭയുടെ കൂട്ടായ്മയിൽ വളരുന്നു. അപ്പോൾ എന്തൊക്കെയാ ഫലങ്ങൾ? വിശുദ്ധ കുർബാന കൂടുന്നത് വഴി നമുക്ക് കിട്ടുന്ന ഫലങ്ങൾ എന്തൊക്കെയാണ്? പാപമോചനം ലഭിക്കുന്നു, ദൈവിക ജീവനിൽ വളരുന്നു, ദൈവവുമായുള്ള ഐക്യം ശക്തിപ്പെടുന്നു, സഭയുടെ കൂട്ടായ്മയിൽ വളരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് ബലിയർപ്പണത്തിൻ്റെ ഫലങ്ങൾ. ഇനി നമുക്ക് ബലിജീവിതത്തിൻ്റെ കാതൽ അഥവാ അടിസ്ഥാനം എന്താണെന്ന് നോക്കാം. ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് സ്വയം സമർപ്പിക്കുന്നതാണ് ബലിജീവിതത്തിൻ്റെ കാതൽ. എന്താണ് ബലിജീവിതത്തിൻ്റെ കാതൽ? നമ്മൾ ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് നമ്മളെ തന്നെ വിട്ടുകൊടുക്കുകയാണല്ലേ. ദൈവത്തിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മളെ തന്നെ സ്വയം സമർപ്പിക്കുന്നതാണ് ബലിജീവിതത്തിൻ്റെ കാതൽ. നമുക്ക് വേണ്ടി ജീവൻ ബലി കഴിച്ച ഈശോയെ പോലെ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുവാനുള്ള സന്നദ്ധത നമുക്കും ദിവ്യബലിയിലൂടെ സ്വന്തമാക്കാം. ഇനി ടീച്ചർ നിങ്ങൾക്കൊരു ആക്ടിവിറ്റി തരാം കേട്ടോ. ഈശോയുടെ കാൽവരിയിലെ ബലിയുമായി ബന്ധപ്പെട്ട ജപമാല രഹസ്യം എഴുതുക. എഴുതിയാൽ മാത്രം പോരാ, അത് ധ്യാനിക്കുകയും കൂടെ വേണം കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ പാഠപുസ്തകത്തിലെ ചോദ്യോത്തരങ്ങൾ നോക്കാം. അപ്പോൾ പാഠപുസ്തകത്തിലെ ഒന്നാമത്തെ ക്വസ്റ്റിന് ആൻസർ എല്ലാവരും എഴുതിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു കേട്ടോ. നമുക്ക് രണ്ടാമത്തെ ചോദ്യം നോക്കാം. ഈശോ എന്തിനു വേണ്ടിയാണ് തന്നെ തന്നെ ബലിയർപ്പിച്ചത്? അപ്പോൾ ഇതിൻ്റെ ഉത്തരം പേജ് നമ്പർ 37, രണ്ടാമത്തെ പാരഗ്രാഫ്. മനുഷ്യവർഗത്തിൻ്റെ പാപങ്ങൾ പൂർണ്ണമായും നീക്കിക്കളയുവാനും അവർക്ക് ജീവൻ നൽകുവാനുമായി ഈശോ സ്വയം ബലിയായിത്തീർന്നു. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 3, ബലിയർപ്പണത്തിൻ്റെ ഫലങ്ങളേവ? പേജ് നമ്പർ 39. ബലിയർപ്പണത്തിൻ്റെ ഫലങ്ങൾ ഒരു ബോക്സിനകത്ത് കൊടുത്തിട്ടുണ്ട്. പാപമോചനം ലഭിക്കുന്നു, ദൈവിക ജീവനിൽ വളരുന്നു, ദൈവവുമായുള്ള ഐക്യം ശക്തിപ്പെടുന്നു, സഭയുടെ കൂട്ടായ്മയിൽ വളരുന്നു. ഇതൊക്കെയാണ് ബലിയർപ്പണത്തിൻ്റെ ഫലങ്ങൾ. ഇനി നാലാമത്തെ ക്വസ്റ്റ്യൻ, ബലിജീവിതത്തിൻ്റെ കാതൽ എന്ത്? അതും പേജ് നമ്പർ 39 അവസാനത്തെ പാരഗ്രാഫായിട്ട് ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് സ്വയം സമർപ്പിക്കുന്നതാണ് ബലിജീവിതത്തിൻ്റെ കാതൽ. ഇനി അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, കുർബാന എന്ന ബലി എന്ത്? പേജ് നമ്പർ 39 നമുക്ക് രണ്ടാമത്തെ പാരഗ്രാഫ്.
നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി തന്നെ തന്നെ ബലിയർപ്പിച്ച ഈശോ മിശിഹായുടെ പീഡാനുഭവത്തിൻ്റെയും മരണത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും ഉത്ഥാനത്തിൻ്റെയും ഓർമ്മയ്ക്കായി അവിടുത്തോട് ചേർന്ന് സഭ വൈദികൻ്റെ കരങ്ങളിലൂടെ അപ്പത്തിൻ്റെയും വീഞ്ഞിൻ്റെയും സാദൃശ്യങ്ങളിൽ ദൈവപിതാവിനെ അർപ്പിക്കുന്ന ബലിയാണ് വിശുദ്ധ കുർബാന. അപ്പോൾ നിങ്ങളെല്ലാവരും നോട്ട് പുസ്തകത്തിൽ ഈ ക്വസ്റ്റ്യൻസിൻ്റെ എല്ലാം ആൻസേഴ്സ് എഴുതി നിങ്ങളുടെ ടീച്ചറിന് അയച്ചു കൊടുക്കണം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാവരും ഒന്ന് എഴുന്നേറ്റേ, നമുക്ക് ഈശോയുടെ ഒന്ന് ചേർന്ന് പ്രാർത്ഥിക്കാം. നല്ലവനായ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾക്ക് പരിഹാര ബലിയായി സ്വയം ജീവൻ അർപ്പിച്ച് അങ്ങയുടെ ഇഷ്ടമനുസരിച്ച് ജീവിക്കുവാനും സഹോദരങ്ങൾക്ക് വേണ്ടി ത്യാഗങ്ങൾ അനുഷ്ഠിക്കുവാനുള്ള അനുഗ്രഹം ഞങ്ങൾക്ക് നൽകണമേ. ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ.